ഹരേ കൃഷ്ണ. നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴും പഠിച്ചു കഴിയുമ്പോഴും അതുപോലെ നാമം ജപിക്കാനിരിക്കുമ്പോഴും നാമം ജപിച്ചു കഴിയുമ്പോഴും ഒക്കെ ശാന്തി മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്. ഇപ്പൊ ഇന്നത്തെ ശാന്തി മന്ത്രം ഋഗ്വേദത്തിലും ഐതരേയ ഉപനിഷത്തിലും കാണുന്ന ഒരു ശാന്തി മന്ത്രമാണ്. ഈ മന്ത്രമാണ് ശാന്തി മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ഒരു മന്ത്രമാണ്. അത് എല്ലാവരും ദിവസവും ജപിക്കുക. അതിന്റെ അർത്ഥം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും ജപിക്കാതിരിക്കുകയില്ല. എല്ലാവരും ജപിക്കുക. ഹരേ കൃഷ്ണ. നമ്മുടെ ഭഗവാനെ മനസ്സിൽ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയുകയില്ലേ, ഗുരുവായൂരപ്പ നാരായണ, നീ എന്റെ ഗുരുവായി തീരണേ ഉണ്ണിക്കണ്ണ. ആ ഗുരുവായൂരപ്പനെ നമ്മൾ എല്ലാവരും തന്നെ ഉണ്ണിക്കണ്ണനായിട്ടും കൂടിയാണല്ലേ കാണുന്നത്. അപ്പോൾ ആ നാരായണൻ ഉണ്ണിക്കണ്ണനായിട്ടും വന്ന് നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ ഗുരുവായി തീരും. അങ്ങനെ നമുക്ക് വാക്കു പിഴയ്ക്കാതെ, കണ്ടവിടറാതെ, അതുപോലെ പഠിച്ചതൊന്നും മറന്നു പോകാതെ എന്നും നിലനിൽക്കുവാനായിട്ട്, പഠിക്കുന്നത് അപ്പോൾ തന്നെ പഠിച്ചു കിട്ടുവാനായിട്ട് അതിനെല്ലാം സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഇത്. ഹരേ കൃഷ്ണ. എല്ലാവരും ജപിക്കുക. ഹരേ കൃഷ്ണ. ഓം വാഗ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേതി വേദസ്യ മാണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഹി അനേനാദീതേന ഹോരാത്രാൻ സന്തധാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാവവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരമവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് ഋഗ്വേദത്തിലും ഐതരേയോപനിഷത്തിലും ഉള്ള മന്ത്രമാണ്. എന്റെ വാക്കെപ്പോഴും മനസ്സിലും മനസ്സ് വാക്കിലും ഉറച്ചു നിൽക്കണമേ. വാഗിന്ദ്രിയം കൊണ്ട് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ശക്തി അന്ധകരണത്തിനും അതിൽ സങ്കല്പിക്കപ്പെടുന്ന വിഷയങ്ങൾ വെളിയിൽ പ്രകാശിപ്പിക്കുവാനുള്ള കഴിവ് വാക്കിന്ദ്രിയത്തിനും എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ ഒരു ചുരുക്കം. വേദമന്ത്രങ്ങളുടെ മുഖ്യമായ അർത്ഥം സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണല്ലോ. ആ ബ്രഹ്മം സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഞാൻ ഞാൻ എന്നിങ്ങനെയുള്ള അനുഭവ രൂപത്തിൽ വിളങ്ങുന്നുണ്ട്. എന്നാൽ അജ്ഞാന നിമിത്തം ആ വിളക്കം